ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ അന്ന് എടുത്ത വീഡിയോയുടെ ബാക്കിയായിട്ട് വരും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം കൊടുക്കാനുള്ള 2 ബ്ലൗസ് ഇതായിരുന്നു കേട്ടോ. 2 ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാനുള്ള. ഉച്ചയാകുമ്പോൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ. 2 പേർക്കും ഒരേപോലത്തെ തന്നെയാണ് തുണിയും. അതുപോലെ തന്നെ അളവിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാം നെക്കും സ്ലീവും എല്ലാം ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്ക് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു നെക്ക് തന്നെയാണ് കേട്ടോ തയ്ക്കാനായിട്ട് വരുമ്പോൾ പറയുന്നത്, ഈ നെക്ക് വെച്ചാൽ മതിയെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ്. ഇത് എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാനും, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതും പിന്നെ സ്വീറ്റ് ഹാർട്ട് നെക്കുമാണ് മിക്കവരും കുടുംബ ഫ്രണ്ടിലും ബാക്കിലും ആയിക്കോട്ടെ ഇത് തന്നെയാണ് കേട്ടോ തയ്ക്കാനായിട്ട് തരുന്നത്. പിന്നെ ബാക്ക് വശം ഇതുപോലെ ചെറിയൊരു ഹോൾ വന്നിട്ട് അതിൻ്റെ മേളിൽ ഹുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ബാക്ക് വശത്താണ് ഓപ്പൺ വരുന്നത്. പിന്നെ സ്ലീവ് വരുന്നത് ചെറിയ പ്ലീറ്റഡ് ആയിട്ടുള്ള സ്ലീവാണ് വരുന്നത്. പക്ഷേ അത് ചെയ്തപ്പോൾ ചെറിയൊരു വൃത്തികേട് തോന്നിയിട്ട് വലിയതായിട്ട് പ്ലീറ്റ് കൊടുത്തിട്ട് അതൊരു ഭംഗി വരുന്നില്ല. ഒന്നാമത് ആ തുണിയൊരു തെറിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ വൃത്തികേടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ചെറിയ പ്ലീറ്റാക്കി അയൺ ചെയ്തിട്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മൊത്തത്തിൽ ഒരു അഴിച്ചുപണിയുണ്ട്. ഇതൊന്ന് അഴിച്ചെടുത്താലേ നമുക്കത് ചെയ്യാനായിട്ട്, ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ക്രോസ് പീസ് വെച്ച് അത് പുറത്തോട്ട് കാണാതിരിക്കാനും ചെയ്തു കേട്ടോ. അപ്പോൾ ഇരട്ടി പണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന്ന് അഴിച്ചെടുക്കണം. അതാണ് ഇനി അടുത്തൊരു വലിയ പരിപാടി കിടക്കുന്നത്. പിന്നെ ഞാനത് ഫുള്ളായിട്ട് അഴിക്കാനായിട്ട് നിന്നില്ല, കാരണം ഫുള്ളായിട്ട് അഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൈഡ് ഷേപ്പ് ചെയ്ത് നേരെ അങ്ങ് പൊട്ടിച്ച് വിട്ടു കേട്ടോ. എന്നിട്ട് അതിനെ നല്ല രീതിയിലൊന്ന് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് അയൺ ബോക്സ് വെച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അത് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ. സ്ലീവ് ഞാൻ അഴിച്ചു കൊടുക്കാതെ മെഷീനിൽ വെച്ച് തന്നെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ് നമ്മൾ ആ ഉള്ള പ്ലീറ്റിനെ അതേപടി അടുക്കി വെച്ച് പ്ലീറ്റാക്കി എടുത്തു കേട്ടോ. അയൺ ബോക്സ് വെച്ച് ഞാൻ അതിൻ്റെ പൊക്കത്തൂടെ നമ്മൾ അയൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ കറക്റ്റ് പ്ലീറ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ് ആ ഉള്ള പ്ലീറ്റിനെ തന്നെ ഇങ്ങനെ തന്നെ ആക്കിയെടുത്തത്. അപ്പോൾ ഇനി അയൺ ബോക്സ് വെച്ച് തേക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആ പ്ലീറ്റ് ഒതുങ്ങിയിരുന്നോളും. മറ്റേ രീതിയിൽ വെച്ചിട്ട് ഭയങ്കര ഒരു വൃത്തികേടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടും ഇതേപോലെ തന്നെ ചെയ്യാമെന്നാണ് കരുതിയേക്കണേ. അപ്പം നമ്മുടെ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ തൊട്ട് ഇതുപോലെ താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഓടി വന്നാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ ഓടിപ്പോയി താലപ്പൊലിയൊക്കെ കണ്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരെണ്ണേ കാണാൻ പറ്റുകയുള്ളൂ. ഇനി ഇടയ്ക്കും ഇതുപോലെ വരും. അപ്പോൾ ചെണ്ടമേളം കേൾക്കാൻ പോകാമെന്ന് കരുതിയാട്ടോ ഇരിക്കണേ. അപ്പോൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു ടോപ്പും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി അതിൻ്റെ ഹുക്ക് മാത്രമേ പിടിപ്പിക്കാനുള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. ബാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത ടോപ്പിൻ്റെ പ്ലീറ്റ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ലീവിനുള്ളത്. അപ്പോൾ ഇനി അത് തയ്ക്കാനായിട്ട് തുടങ്ങാൻ പോവുകയാണേ. ഒരു 1.5 മണിക്കൂറും കൂടിയുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഈ ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ ലൈനിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. നെക്ക് ബാക്കി വെക്കുന്ന മാത്രമേ ഇത്തിരി പാടുള്ളൂ. പിന്നെ കൈത്തേൽ തയ്ക്കാനും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിരുന്നുകാരൊക്കെ താഴെ വന്നിട്ടുണ്ട്, ഉത്സവം കൂടാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ താഴോട്ട് പോകും, പിന്നെ മേളിലോട്ട് കയറും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തയ്ച്ചിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ട് താഴത്തോട്ട് ഇറങ്ങി പോകാനായിട്ട്. ബ്ലൗസൊക്കെ തയ്ച്ച് കൊടുത്തു വിട്ടു. പക്ഷെ പെട്ടെന്ന് ആയതുകൊണ്ട് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ട് അങ്ങനെ ടോപ്പിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അവർ പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോയതാണ്, എടുക്കാനും പറ്റിയില്ല കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ താലപ്പൊലി. ഇതാണ് ഇവിടെ നിന്നുള്ള അവസാനത്തെ താലപ്പൊലി. ഇത് കഴിഞ്ഞ് വേറെ താലപ്പൊലിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഉത്സവമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കൂടി ഇത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ.